Happy morning. I am Parag Makhecha, managing partner in Core Furniture, and we all belong to the world of BNI. Today I have a very important topic to discuss, which is for every one of us. ഒരു ജനകീയമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. BNI ബ്ലാസ്റ്റേഴ്സിലെ പൃഥ്വിരാജ്, ഇൻഷുറൻസ് കാറ്റഗറിയിലുള്ള പൃഥ്വിരാജാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് BNI ബ്ലാസ്റ്റേഴ്സിന്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇൻഷുറൻസ് ഫോർ ഹെൽത്ത്. നമ്മൾ പണ്ടേ സ്കൂളിൽ കേൾക്കാറുണ്ട്, വീട്ടിലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത്. സോ നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്യുമ്പോൾ ഒരു പോളിസിയും കൂടി വേണം. പക്ഷേ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പോളിസി എടുക്കേണ്ടത്, എപ്പാണ് പോളിസി എടുക്കേണ്ടത്, പോളിസി എടുത്താൽ അത് കിട്ടുമോ അവസാനം, ഇതെല്ലാത്തിന്റെ ഉത്തരമായി പൃഥ്വിരാജ് BNI ബ്ലാസ്റ്റേഴ്സിന്റെ ഞങ്ങളൊപ്പം ഈ എല്ലാ സംശയം തീർക്കാനുണ്ട്. Prithviraj, welcome to BNI Blasters official podcast, and I know that you are the best in your business. Okay, Prithvi, so great. Yes. Prithvi, നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ഇൻഷുറൻസ് കമ്പനി ഒരു ബിസിനസ് ആണോ, ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണോ? How do you deal with this exactly? How do you actually canvas people? How do you convince people to buy insurance? കാരണം ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ഒരു അഷുറൻസ്, ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട്. നാളെ അൺഫോർച്ചുനേറ്റ്ലി ഒരാൾക്കൊരു അസുഖം വന്നാൽ ഒരു ബാക്കപ്പ്, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അത് നിങ്ങൾ 100% വാഗ്ദാനം കൊടുക്കുന്നില്ലേ? ഉറപ്പല്ലേ? ബിസിനസ് ഓഫ് കോഴ്സ് വി അണ്ടർസ്റ്റാൻഡ്, ബട്ട് യു ഷുവർ യു ക്യാൻ സപ്പോർട്ട് ദം? യെസ്, സാർ പറഞ്ഞത് രണ്ട് കാര്യം അതിലേക്ക് തന്നെ വരികയാണെങ്കിൽ രണ്ടും കറക്റ്റാണ്. ഒന്ന് ബിസിനസ്സാണ്, ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്ന ബിസിനസ്സാണ്, ചാരിറ്റി അല്ല എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇത് സപ്പോർട്ട് ആണ് താനും. അതായത് ഇൻഷുറൻസ് കമ്പനികൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തേനെക്കാട്ടും ലൈഫ് സ്പാൻ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മെഡിക്കൽ സിസ്റ്റം അത്രയും ഡെവലപ്പാണ്. നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഈ സംഭവം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്പാൻ കൂടുന്നുണ്ട്. പാരലായിട്ട് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലും കൂടുതൽ വരുന്നുണ്ട്. അവിടെയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഞാൻ പറയാൻ കാരണം, സാധാരണ രീതിയിലുള്ള ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ ഗവൺമെൻറ് തരത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പിന്നെ നോക്കുകയാണെങ്കിൽ അൾട്രാ റിച്ച് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ എങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് അതൊരു ആക്സിഡൻറ്റ് കേസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവാം. അപ്പോൾ നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ കേസാണ്. ഫുഡ് പോലും നമുക്ക് എന്ത് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാനും മാറ്റി വെക്കാനും പറ്റും. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സർജറി പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കത് ഗുണമായിട്ട് വരും. വളരെ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല, ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കട്ടെ. പക്ഷേ ചില ആൾക്കാർ ജനറലി when we talk, people say that നമ്മൾ ഇത്രയും വർഷം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം അടിച്ചു, അവസാനം ഒരു ആവശ്യം വന്നപ്പോൾ, ഒരു ഹോസ്പിറ്റൽ കേസായി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. സോ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഒരു ടെക്നിക്കൽ പോയിന്റിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഫോം കൃത്യമായി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പ്രീമിയം ചിലപ്പോൾ 1-2 മാസം ലാപ്സ്, ഐ ഡോണ്ട് നോ വാട്ട് ദ റീസൺ ക്യാൻ ബി. പക്ഷേ ഒരു ക്ലെയിം വരുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ ആള് ബുദ്ധിമുട്ടുണ്ട്. അത് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടാവാം, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ കൺസൾട്ടന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പറയുക ഇതൊരു ടാഞ്ചബിൾ ആയിട്ടുള്ള ഒരു ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മിസ് സെല്ലിങ് നടക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണെന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പോം വഴി. കാരണം കമ്പനികൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അതിന് അതിൻ്റേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും.
ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഇൻകോർ ഫർണിച്ചർ എന്ന്. അപ്പോൾ സാറിൻ്റെ ഈ സ്ഥാപനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വെറുതെ ഒരു പ്രൊഡക്റ്റ് സെല്ലിങ് മാത്രമല്ല, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലസ്സും മൈനസ്, എന്ത് കാര്യം അങ്ങനെയാണല്ലോ, എന്ത് പ്രൊഡക്റ്റിനും അതിൻ്റെ പ്ലസ്സും മൈനസും ഉണ്ട്. ഈ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ടാണ് ആ ഒരു ട്രസ്റ്റ് ആളുകൾക്ക്. ഇത്രയും വർഷം അല്ലേ, ഒരു 50 വർഷത്തോളമായി എന്നാണ് ഞാൻ ഉള്ളത് നമുക്കത് ഉള്ളത് എന്ന് മാത്രമല്ല, അതിന് ശേഷമുള്ള സർവീസിനും സാർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. സെയിം തന്നെയാണ് ഇൻഷുറൻസിലേക്ക് വരുമ്പോഴും. കാരണം കമ്പനികൾ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അവർക്ക് വിചാരിച്ച പോലെ അങ്ങ് ഒരു ക്ലെയിം നിഷേധിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റില്ല. കാരണം ഒരു കമ്പനി പ്രോഡക്റ്റ് ഉണ്ട്, ഇതിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് IRD എന്ന് പറഞ്ഞിട്ട് റെഗുലേറ്ററി ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ഉണ്ട്. അവർ ഇതിൽ മാത്രമേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും ഈവൻ കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലും IRDAൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൃഥ്വിരാജ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച ശേഷം മനസ്സിലാക്കുന്നത് ഈ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക് ആൻഡ് സബ്ജക്ട്. ഒരു വിശാലമായ ഒരു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അപ്പോൾ BNI ബ്ലാസ്റ്റേഴ്സും എല്ലാ BNI മെമ്പേഴ്സിനും എന്തെങ്കിലും സംശയമോ ഡൗട്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുണ്ടെങ്കിൽ BNI ബ്ലാസ്റ്റേഴ്സിൻ്റെ പൃഥ്വിരാജുമായിട്ട് 1-to-1 ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, ഇനിയും അറിയാനുണ്ട്. ബട്ട് ഡ്യൂ ടു ദ പോസിറ്റി ഓഫ് ടൈം വി വിൽ ഹാവ് ടു ഡു എ 1-to-1 വിത്ത് BNI ബ്ലാസ്റ്റർ മെമ്പർ പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജ്, BNI ബ്ലാസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് BNI ബ്ലാസ്റ്റേഴ്സിനും ആൻഡ് ഫോർ BNI ഫാമിലി എന്താണ് നിങ്ങൾ സ്പെഷ്യൽ ഓഫർ? അത് എനിക്കറിയില്ല, ഇൻഷുറൻസിലോ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പം എൻ്റെ ബിസിനസ്സിൽ ഫർണിച്ചറാണ്, എനിക്ക് നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ BNI ബ്ലാസ്റ്റേഴ്സും BNI മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആസ് എ ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പേർട്ട് ഓർ എ കൺസൾട്ടൻറ്റ്, വാട്ട് ക്യാൻ യു ഓഫർ? എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക? സംതിങ് ഡിഫറെന്റ്, സംതിങ് സ്പെഷ്യൽ. ഡിസ്കൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രീമിയം അല്ല അങ്ങനല്ല സാർ, എൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പേഴ്സണൽ പ്രീമിയം പോലും നമുക്കത് ഇൻഷുറൻസ് കമ്പനിയിൽ കംപ്ലീറ്റ് ഫുൾ പ്രീമിയം വിത്ത് GST 18% GST അടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ്, അതായത് നമുക്ക് കറക്റ്റ് അഡ്വൈസ് തരാൻ പറ്റും, കറക്റ്റ് കൺസൾട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോളിസി തരികയും. കാരണം സ്റ്റാർ ഹെൽത്തിൻ്റെ പല ടൈപ്പ് പോളിസികളുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ആവശ്യം, നമ്മുടെ ഫാമിലി സൈസൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പോളിസി അഡ്വൈസ് ചെയ്ത് തരാൻ പറ്റും. എന്ന് മാത്രമല്ല, പോളിസി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലൈഫ് ലോങ് ഫ്രീ സർവീസ്, അതായത് നിങ്ങൾക്ക് എന്ത് ക്ലെയിം വന്നു കഴിഞ്ഞാലും. കാരണം പല കാര്യങ്ങളുണ്ട്, നമുക്കൊരു ഇപ്പം ക്യാഷ് ഇതിലേക്ക് വരികയാണെങ്കിൽ 14,000+ ഹോസ്പിറ്റൽസായിട്ട് ഞങ്ങൾ ടൈപ്പ് ഉണ്ട്, ക്യാഷ്ലെസ് ഫെസിലിറ്റി പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും കമ്പനി പറയുന്നില്ല 100% ക്യാഷ്ലെസ് ഫെസിലിറ്റി പറയുന്നില്ല. അത് ഒരു കമ്പനിയും പറയുന്നത്, കാരണം IRDA ഇത് പ്രകാരം റീഇംബേഴ്സ്മെന്റ് ആണ് റിയൽ ക്ലെയിം സെറ്റിൽമെന്റ്. അതെ. അപ്പൊ നമ്മൾ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയാന്നുള്ള കസ്റ്റമർ എന്നുള്ള രീതിയിൽ, അത് BNI ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പറയുന്ന അറിയാം. എന്നാൽ കഴിഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷം നമ്മൾ പോളിസി എടുത്തതിന് ശേഷം വരുന്ന എന്ത് ഇഷ്യൂസിനും നമ്മൾ 100% കറക്റ്റ് സർവീസ് തരും എന്നുള്ളതാണ് നമ്മൾ തരുന്നൊരു ഗ്യാരണ്ടി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പൃഥ്വിരാജ്, BNI Blasters member, category health insurance. I am Parag Makhecha, managing partner Incor Furniture, and we had a good talk on insurance. അപ്പോൾ പൃഥ്വിരാജായിട്ട് നിങ്ങൾ കൂടുതൽ 1-to-1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ പൃഥ്വിരാജ്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ ഫസ്റ്റ് ഗസ്റ്റ് on BNI Blasters official podcast, and looking forward for a great service for everyone. Thank you. Have a nice day. Thank you, sir. Thank you.